ഹേ ഗായ്സ്, ഞാൻ പുതിയ FF ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ മഴയിൽ FF കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. പക്ഷേ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ന്യൂ FF ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബൈ ദ വേ, നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് മീ അമോർ. അപ്പം നമുക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. കെവിനും ജിമിനും. എന്താ കോമ്പിനേഷൻ, ആ പേരിൽ തന്നെ ഇരിക്കും. നല്ല അലുവയും മത്തിക്കറിയും. കണ്ട ഒരു ചെറിയ കളലക്ഷണമൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. പാവം പിള്ളേരാ, എൻ്റെ പിള്ളേരല്ലേ. കെവിനും ജിമിനും സോൾമേറ്റ്സ് ആണ്. കുഞ്ഞുനാൾ തൊട്ട് ഒരുമിച്ച് പഠിച്ച് വളർന്നവർ. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ബോണ്ടിങ് ആണെന്ന് പറയാം. ആര് കണ്ടാലും ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് വേണമെന്നൊക്കെ ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഒരു ഫ്രഷേഴ്സ് ഡേ വന്നിരിക്കുകയാണ്. തേയും ജിമിനും ഭയങ്കര തിരക്കിലാണ്. കാരണം അവനാണല്ലോ 3rd years. രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാ. അവസാനം 4 മണിയായപ്പോഴാണ് ഒന്ന് ഫ്രീ ആയി. അവർ രണ്ടും എന്നും കൂടുന്ന ക്യാൻറ്റീനിൽ വന്നിരുന്നു. ഇപ്പോഴാണ് രണ്ടുപേർക്കും ഒന്ന് ശരിക്കും സംസാരിക്കാൻ ടൈം കിട്ടിയ. ജിമിൻ 2 ചായ പറഞ്ഞു. എന്താ മോനെ, തലവേനയാണോ? അതെ ആണ്. നിനക്കെങ്ങനെ മനസ്സിലായി? അത് എന്റെ മോൻ കണ്ടാൽ തന്നെ അറിയത്തില്ലേ? എന്നാലും എന്റെ പൊന്നു മൊണ്ണെ, നിന്നെ എനിക്കറിയാവുന്ന പോലെ ഈ ലോകത്ത് വേറെ ആർക്കെങ്കിലും അറിയോ? അതെന്റെ ഒരു അഹങ്കാരം തന്നെയാണ്, നീ കൂട്ടിക്കോ. ഓ ശരി തമ്പ്ര. ഇതേ ഇതുപോലെ ഇവരുടെ റിലേഷൻഷിപ്പ് ഒരാളുടെ മനസ്സൊന്ന് പറഞ്ഞാൽ മറ്റേയാൾക്ക് മനസ്സിലാവും. കോളേജിൻ്റെ കോണേഴ്സിൽ ഒരു ടോക്കുണ്ട്, ഇവർ തമ്മിൽ ലവാണെന്നൊക്കെ. അവരെയും തെറ്റു പറയാൻ പറ്റില്ല. അതുപോലാണല്ലോ ഇവരുടെ നടത്തവും സംസാരവും. എടാ ദുഷ്ടന്മാരെ, അപ്പൊ എനിക്കില്ലേ ചായ? നമ്മുടെ സ്റ്റോറിയിലെ നെക്സ്റ്റ് കഥാപാത്രം പേര് ഹോബി. തേടേയും ജിമിൻ്റെയും കോമൺ ഫ്രണ്ടാണ്. കോളേജിലെ തന്നെ ട്രിയോസ് എന്നാണ് ഇവരറിയപ്പെടുന്നത്. എന്നാലും നീയൊക്കെ കൊള്ളാടാ. എന്നെ കൂട്ടാതെ രണ്ടും വന്ന് ഇവിടുന്ന് ചായ കുടിക്കുന്നു. കൊള്ളാം. അയ്യോ പിന്നെ നിന്റെ കൂട്ടാൻ ഞങ്ങൾ വരുവാടാ. ഇതിന് ചെറിയൊരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ബലമായിട്ട് വിളിച്ചോണ്ട് വന്നെ. അല്ല നീ ഇല്ല ഞങ്ങളൊരു ചായ കുടിക്കാൻ പോവോടാ. നീ ഞങ്ങളെ മുത്തല്ലേടാ. നിന്നെ കൂട്ടാൻ ഞങ്ങൾ ചായ കുടിക്കാറുണ്ടോ? നിനക്കറിയോ, ഈ ജിമ്മിനാണെങ്കിൽ വീട്ടിൽ പോലും ചായ കുടിക്കാറില്ല. നീ ഇല്ലാത്തോണ്ട് കൂടുതലൂതല്ലേ. മര്യാദയ്ക്ക് മുൻ ചായ വേണം. അങ്ങനെ കളിയും ചിരിയുമായി ആ വൈകുന്നേരം അവരവിടെ ചിലവിട്ടു. അങ്ങനെ ഫ്രഷേഴ്സ് ഡേ വന്നെത്തി. കോളേജ് മുഴുവൻ ആഘോഷമായി. നോക്ക് അടിപൊളിയല്ലേ. നമുക്കിന്ന് കളക്ഷൻ എടുത്ത് പൊളിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഓരോ വഴക്കുണ്ടാക്കാനൊക്കെ ഉണ്ട് പ്ലാനെങ്കിൽ രണ്ടിനെ ഞാൻ ചവിട്ടിക്കൂട്ടും. ഓ ഞങ്ങളൊന്നിനും ഇല്ലേ, അന്ത ഭയം ഇരിക്കട്ടും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുമ്പം ജിമിൻ പോലും അറിയാതെ അവൻ്റെ കണ്ണ് ഒരാളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. ഇവനിത് ആരെയാണോ നോക്കുന്നേ? ഹോബിയും തേയും ജിമിൻ നോക്കി അതേ ദിശയിലേക്ക് നോക്കി. ഇവിടെ വന്നേ. എന്തിനാ ചേട്ടന്മാരെ വിളിച്ചേ? ഇതാണ് നമ്മുടെ കഥയിലെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. പേര് ജിയ. BSc ബോട്ടണി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റ്. വീട്ടിൽ അച്ഛനമ്മ അല്ലാന്ന് വേണ്ട. ഡാൻസ് ആണ് അവളുടെ മെയിൻ പാഷൻ. പക്ഷേ വീട്ടിൽ കുറച്ച് സീനായതുകൊണ്ട് BSc ബോട്ടണി എടുക്കാൻ സമ്മതിച്ചു. പിന്നെ കയ്യിലിരിപ്പത്ര നല്ല ഒന്നും അല്ല. ബാക്കി കണ്ടറിയാം. നിന്റെ പേരെന്താ? ജിയ. ഈ സമയങ്ങളിലെല്ലാം ജിമിൻ്റെ കണ്ണ് അവളുടെ മുഖത്ത് തന്നെ ആയിരുന്നു. കണ്ണെടുക്കാതെ തന്നെ അവൻ അവളെ നോക്കി നിന്നു. അവൻ പതിയെ ക്യൂട്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം നമ്മുടെ തേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിന്നെ കണ്ട ഒരു മൊയിലും പല്ലിയെ പോലെ ഉണ്ടല്ലോ. ആ പല്ലൊന്ന് കാണിച്ചേ. എന്തോന്ന് മൊയിലും പല്ലിയോ? മൊയിലും പല്ലി നിന്നെ കിട്ടിയോളാടാ. കുതിരപ്പല്ലുള്ള നീയാണോടാ എന്നെ മൊയിലും പല്ലിന്ന് വിളിക്കുന്നേ? സത്യം പറഞ്ഞാൽ ജൂനിയേഴ്സ് പിള്ളേരെല്ലാവരും കേട്ടു. ഹോബി ആകെ നാണം കിട്ടും. നമ്മുടെ ഹോബി വിട്ടു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് നിന്റെ മറ്റവനാടി. എൻ്റെ മറ്റവന് പറയും നീ ആരാടാ കുതിരപ്പല്ല. അങ്ങനെ മുട്ടനടി. ലാസ്റ്റ് സംഭവം വഷളാകാതിരിക്കാൻ വേണ്ടി തേ ഇടപെട്ടു. ഡി ജിയ, ഇതാണ് മിയ, ജിയയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇത് നിന്റെ കൂട്ടുകാരിയാണോ? ഒന്ന് വിളിച്ചോണ്ട് പോകുമോ ഈ വട്ടി കേസിന്? ഒരാടെ കുതിരപ്പല്ല വട്ടിയേസ് നിന്റെ. ജിയ മതി നിർത്തിക്കേ. ചേട്ടന്മാരെ സോറി, ഞങ്ങളിവിടെ ആദ്യമായിട്ടൊന്നും തോന്നല്ലേ. ഇവിടെ എപ്പോഴും ഇങ്ങനെ സോറി. സാരില്ല, താൻ സോറി ഒന്നും ചോദിക്കണ്ട. ഇവിടെ എങ്ങനെ താൻ സഹിക്കുന്നു? അതൊക്കെ അവളങ്ങ് സഹിച്ചോളൂ, താൻ കൂടുതൽ വിഷമിക്കണ്ട. അപ്പോഴേക്കും ടമിൻ മിയോട് പറഞ്ഞു ജിയെ വിളിച്ചോണ്ട് പൊക്കോളാൻ. എന്നിട്ട് ഹോബിയെ വിളിച്ചുകൊണ്ട് പോയി.
ഇതൊക്കെ കണ്ടിട്ടും ഒരനക്കവും ഇല്ലാതെ നമ്മുടെ ജിമിൻ അവളെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഡാ നീ വരുന്നില്ലേ? ഞാൻ ദേ വന്നു. ഡി, നീ എന്തിനാ അവരോട് അങ്ങനെയൊക്കെ പറയാൻ പോയേ? ഞാൻ അല്ലല്ലോ, നീ കണ്ടല്ലേ എല്ലാം. എടി അവര് നമ്മുടെ സീനിയേഴ്സാ, അതും ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് നീ എന്തിനിങ്ങനെ തുടങ്ങുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവൻ എന്നെ വിളിച്ചത് കേട്ടില്ലേ നീ? കുതിരപ്പല്ലൻ അവൻ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓ മതി നിർത്ത്, ഇതിവിടം കൊണ്ട് നിർത്തിയോ കുക്കി, അല്ലെങ്കിൽ ഞാനില്ല നിന്റെ കൂടെ, എനിക്ക് മടുത്തു. ഓ സോറി മുത്തേ, ഞാൻ നിർത്തി. ഇനി ഞാൻ ഒന്നിനും പോകുന്നില്ല, ഞാൻ നല്ല കുട്ടിയായിട്ടിരുന്നോളാം, പോരെ? ഗുഡ് ഗേൾ. ഇതേ സമയം മറ്റൊരിടത്ത്. ഡാടാ നീയൊക്കെ എന്നത്തിന് എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്ന് പറഞ്ഞേ? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ഞാനവളെ ശരിയാക്കിയായിരുന്നു. എടാ മോനെ ഹോബി മതിയെടാ, നിർത്ത് നീ. എന്ത് നിർത്താൻ? ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സീനിയേഴ്സിനോട് അവിടെ വന്നില്ല, അതിന് മുന്നേ തുടങ്ങിയവളൊക്കെ. എന്റെ മുന്നലിയാ മജി നിർത്ത്. എത്ര നേരമായിടാ. ആ കൊച്ചിനെ കണ്ടിന് പാവം കുഞ്ഞിനെ പോലുണ്ട്. നീ അത് വീട് എന്തോ എങ്ങനെ അവള് പാവം, ആ മൊയലും വലിയ പാവം. അപ്പൊ ഞാനോ? നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ ചാട്ടം കാട്ടൊന്നും മനസ്സിലാവുന്നുണ്ട്. അത് ശരിയാടാളിയാ, ഞാൻ ശ്രദ്ധിച്ചു. എന്തൊരു ഒലിപ്പിലായിരുന്നു. ഒട്ടും അങ്ങോട്ട് കണ്ടെത്താൻ അവനെ വയ്യായിരുന്നു. ഹിഷിഷി, നിങ്ങൾ കണ്ടല്ലേ? കള്ളല്ലേടാ, നല്ല വെകിച്ച്. ആടാ മോനെ, കണ്ട് എന്താ മോനെ വിളക്കം? ഒന്നില്ല, കണ്ടപ്പോ ഒന്നും ഉണ്ടാവാതിരുന്നാ മതി. അങ്ങനെ സമയം കടന്നുപോയി. വൈകുന്നേരമായി. കോളേജ് വിട്ടു. അവരവരുടെ ബൈക്കിൻ്റെ അടുത്തേക്ക് പോയി. ജിമിൻ ഇടയ്ക്കിടയ്ക്ക് ആരെയോ തിരയുന്നുണ്ടായിരുന്നു. അവൻ പതിയെ തിരിഞ്ഞതും ഒരാളെ ചെന്ന് തട്ടി.